നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നുണ്ടല്ലോ. എതിരാളികൾ മൊറോക്കോയാണ്. ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 ന്യൂജേഴ്സിയിലാണ് ആ കളി നടക്കുന്നത്. വിശദമായിട്ടുള്ളൊരു പ്രിവ്യൂവിലേക്ക് നമ്മൾ കടക്കുകയാണ്. വെറുതെ മൊറോക്കോയൊക്കെ ബ്രസീലിന് മുന്നിൽ ഒന്നുമല്ല എന്ന് നമുക്ക് ചരിത്രം വെച്ച് പറഞ്ഞാൽ പോരല്ലോ. നിലവിലെ അവസ്ഥ എന്താണെന്നും കൂടിയൊക്കെ നോക്കണം. പല സുഹൃത്തുക്കളും അങ്ങനെയൊക്കെ കമൻ്റ് ഇടുന്നത് കണ്ടു. ബ്രസീലിൻ്റെ മോശം കാലത്ത് പോലും മൊറോക്കോക്ക് ബ്രസീലിനെ പരാജയപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടായി. 2-1 ജയമാണ് ആകെ അവർ 2023 നേടിയിട്ടില്ലെന്നൊക്കെ പറയുന്നൊക്കെ കണ്ടു. പക്ഷേ 2023 അവസ്ഥയിലല്ല ഇപ്പോഴുള്ളത് എന്നുള്ളത് ഒന്ന്. 2, ഫിഫ റാങ്കിങ്ങിൽ ബ്രസീലിനേക്കാൾ ഒരുപാട് പുറകിലല്ല മൊറോക്കോ. ശരിക്കും പറഞ്ഞാൽ ഒപ്പത്തിനൊപ്പമാണ്. ഈ വേൾഡ് കപ്പ് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പോരാട്ടമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഈ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം ടിക്കറ്റിന് ഡിമാൻഡുള്ള കളിയാണിത്. നിങ്ങൾക്കറിയാമോ, ഏറ്റവും പുതിയ ഫിഫ റാങ്കിങ് അനുസരിച്ച് ബ്രസീലും മൊറോക്കോയും തമ്മിൽ അത്ര വലിയ വ്യത്യാസമില്ല. ബ്രസീൽ 6-ാം സ്ഥാനത്താണ്. 1765.86 റേറ്റിംഗ് പോയിൻ്റാണ് ബ്രസീലിനെങ്കിൽ മൊറോക്കോ 1755.1 റേറ്റിംഗ് പോയിൻറ്റുമായിട്ട് 7-ാം സ്ഥാനത്തുണ്ട്. ഫിഫ റാങ്കിങ്ങിൽ 6-ാമതുള്ള ടീമും 7-ാമതുള്ള ടീമും തമ്മിലാണ് ഇന്നത്തെ പോരാട്ടം. ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ പുൽനാമ്പുകൾക്ക് ഇന്ന് തീപിടിക്കുമെന്ന് ഉറപ്പ്. വെറുതെ ഇങ്ങനെ ഗഡാഗഡിയൻ വാക്കുകൾ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ടീമിനെ നമ്മൾ ശരിക്കെടുത്ത് നോക്കണം. അപ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. നമ്മൾ ഡീപ്പായിട്ട് കാര്യങ്ങളിലേക്ക് പോയാൽ സമീപകാലത്തെ ഫോം എടുത്ത് നോക്കിയാൽ ബ്രസീലിനേക്കാൾ ബെറ്ററാണ് മൊറോക്കോ എന്ന് പറയേണ്ടി വരും. ഏറ്റവും ഒടുവിൽ ബ്രസീൽ കളിച്ച 5 കളികളിൽ 3 വിജയം, 1 സമനില, 1 തോൽവി. മൊറോക്കോ ഏറ്റവും ഒടുവിൽ കളിച്ച 5 കളികളിൽ ഒന്നും തോറ്റിട്ടില്ല. 3 വിജയങ്ങളും 2 സമനിലകളുമാണ്. ഇനി ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയതിൻ്റെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ വേൾഡ് കപ്പിൽ ഇവർ ഏറ്റുമുട്ടിയത് 1998 കാലങ്ങൾക്ക് മുമ്പാണ്. അന്ന് ബ്രസീൽ ലോക റാങ്കിങ്ങിൽ 1-ാമത് ഇങ്ങനെ വിരാജിക്കുന്ന കാലമാണ്. റിയൽ റൊണാൾഡോ ഫെനോമിനോ, പ്രതിഭാസം ഫുട്ബോൾ ലോകം അടക്കി വാഴുന്ന കാലമാണ്. അന്ന് ബ്രസീൽ റൊണാൾഡോ, റിവാൾഡോ, ബെബറ്റോ അവരുടെ ഗോളുകളിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ 3-0 ജയിച്ചു കയറിയിരുന്നു. പക്ഷെ കാലം കടന്നു പോകവേ 2022 വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടില്ലേ, സെമി ഫൈനലിലേക്കാണ് മൊറോക്കോ എത്തിയത്. ആ മൊറോക്കോയും ബ്രസീലും തമ്മിലുള്ള ഹെഡ് ടു ഹെഡിൻ്റെ കണക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ 4 തവണയാണ് ഇവർ ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ ബ്രസീലിനാണ് മുൻതൂക്കം. 2 തവണ ബ്രസീൽ വിജയിച്ചു, 1 കളി മൊറോക്കോ ജയിച്ചു. അപ്പം ആ ഒരു കളി 2023 ഫ്രണ്ട്ലി മത്സരമായിരുന്നു. 2-1 അറ്റ്ലസ് ലയൺസ് വിജയിക്കുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ വലിയ വ്യത്യാസം നമുക്ക് പറയാനില്ലാത്തതാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ 2 ടീമിലും പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ബ്രസീലിന് നെയ്മർ ജൂനിയർ പരിക്ക് പറ്റിയതുകൊണ്ട് ഈ മത്സരം കളിക്കാനില്ല. പക്ഷെ ബാക്കി കളികൾ അദ്ദേഹം കളിക്കും. എന്നാൽ റോഡ്രിഗോ, എസ്റ്റവായോ, വില്യൻ, എദർ മിലിറ്റാവോ, വെസ്ലി തുടങ്ങിയ ബ്രസീലിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ സ്ഥാനം ഉറപ്പായിരുന്ന 3-4 താരങ്ങൾ വേൾഡ് കപ്പിൽ നിന്ന് തന്നെ ഔട്ടാണ്. അതുപോലെ തന്നെയാണ് മൊറോക്കോയുടെ അവസ്ഥ. മൊറോക്കോയുടെ വേൾഡ് കപ്പിനുള്ള പ്രിപ്പറേഷൻസ് ഡിസ്റപ്റ്റഡ് ആയത് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. നയഫ് അഗ്വേർഡ്, ഡിഫൻസിൽ അവർക്ക് പ്രതീക്ഷിക്കാമായിരുന്ന മാഴ്സയുടെ താരം നയഫ് അഗ്വേർഡ് പരിക്കേറ്റ് പുറത്തായി. അതുപോലെ അബ്ദെ എസൽസൂലി എന്ന് പറയുന്ന മുൻ ബാഴ്സ താരമൊക്കെ എസബ്ദെ, അങ്ങനെ പറഞ്ഞാൽ ബാഴ്സ ഫാൻസിന് ഒന്നുകൂടി മനസ്സിലാവും. റയൽ ബെറ്റീസിൻ്റെ താരം, ഇപ്പോൾ റയൽ ബെറ്റീസിൻ്റെ താരം, അവരുടെ മികച്ച പ്രകടനം നടത്താൻ കെൽപ്പുള്ള സ്ട്രൈക്കർ, അദ്ദേഹത്തെ അവർക്ക് നഷ്ടമായി എന്നുള്ളത് മൊറോക്കോയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയാണ്. വേൾഡ് കപ്പിന് മുമ്പുള്ള ഫൈനൽ ഫ്രണ്ട്ലിയിലാണ് അവർക്ക് ആ ഒരു തിരിച്ചടി ഏറ്റത്. പകരം അമീനെ സാബിയെയും മർവാൻ സദാനെയും അവർ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ട്. അത് പക്ഷേ ഈ നഷ്ടമായ താരങ്ങൾക്ക് പകരമാവില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇനി 2 ടീമും മുഖാമുഖം വരുമ്പോൾ 2 ടീമിൻ്റെയും ലൈനപ്പ് എങ്ങനെയാണ്, ഏതൊക്കെ തരത്തിലുള്ള മാച്ചപ്പുകൾ നമ്മൾ പ്രതീക്ഷിക്കണം? ബ്രസീലിൻ്റെ പ്ലേയിങ് 11 എന്ന് പറഞ്ഞാൽ കോച്ച് കാർലോ അഞ്ചലോട്ടി പല പരീക്ഷണങ്ങളിലൂടെയൊക്കെ നടത്തി കടന്നുപോയിട്ട് ഒടുവിൽ അദ്ദേഹം സെറ്റിൽഡായി.
വെസ്ലിയെ നഷ്ടപ്പെട്ടത് ഒരു തിരിച്ചടിയാണ്. അതൊഴികെ ബാക്കി സ്ക്വാഡ് പ്ലേയിങ് 11 ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ഒക്കെ നൽകുന്ന വിവരപ്രകാരം ഇങ്ങനെയാണ്. ഗോൾ കീപ്പറായിട്ട് അലീസൺ ബെക്കർ, സെൻറ്റർ ബാക്കുമാരായിട്ട് ഗബ്രിയേലും മാർക്കിഞ്ഞോസും, ഇരു പാർശ്വങ്ങളിലായിട്ട് അലക്സാൻഡ്രോയും ഡാനിലോയും, മധ്യനിരയിൽ ബ്രൂണോ ഗുയിമേറസും കാസമിറോയും, മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ ലൂക്കാസ് പക്വേറ്റ, പിന്നെ വിനി ജൂനിയറും റാഫീഞ്ഞയും ഇരു പാർശ്വങ്ങളിൽ മാത്യസ് കുഞ്ഞ ഗോളടിക്കാൻ. അപ്പോൾ ഈ ഒരു 11 നമ്മളെടുത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വിങ് ബാക്കുമാർ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര അറ്റാക്ക് നടത്താനുള്ള സാധ്യത കുറവാണ്. ഒരു കാലത്ത് ഒരു ഭാഗത്ത് റോബർട്ടോ കാർലോസും മറുഭാഗത്ത് കഫൂവും ഒക്കെ ആഞ്ഞടിച്ച് കളിച്ചിരുന്ന ആ വിങ് ബാക്കുമാരുടെ കാലമൊക്കെ ബ്രസീലിന് പോയി. ഡിഫെൻസീവ് ആയിട്ടുള്ള വിങ് ബാക്കുമാരാണെന്ന് പറയേണ്ടി വരും. ഗബ്രിയേലും മാർക്കിഞ്ഞോസും സെൻറ്റർ ബാക്കുമാരായിട്ട് ഉറച്ചു നിൽക്കുമെന്ന് കരുതാം. മാർക്കിഞ്ഞോസ് പലപ്പോഴും ബ്രസീലിന് വേണ്ടി കളിക്കുമ്പോൾ മിസ്റ്റേക്കുകൾ വരുത്തുന്നത് നമ്മൾ കാണാറുണ്ട്. ഗബ്രിയേലും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഗ്രസീവ്നെസ് കാർഡൊന്നും കിട്ടാതിരിക്കട്ടെ. ഇപ്പോൾ ബ്രസീലിൻ്റെ ഡിഫൻസ് അതാണ്. മധ്യനിരയിൽ ഡബിൾ പിവോട്ടാണ് ബ്രൂണോ ഗുയിമറസും കാസമിറോയും. അപ്പോൾ ഒന്നുകൂടി ഒരു ഡിഫെൻസീവായിട്ടുള്ള ഭാഗം സെറ്റാക്കി എടുക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ ഡിഫൻസിന് ശക്തി പകരാനുള്ളൊരു ശ്രമം കോച്ച് നടത്തിയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. ബാക്കി മുന്നേറ്റത്തിൻ്റെ കാര്യം വരുമ്പോൾ 4 സംഘത്തെ വെച്ച് അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് ആഞ്ചലോട്ടി സ്ഥിരമായിട്ട് ഇപ്പോൾ ചെയ്യുന്നൊരു പണിയാണ്. വിനിയും റാഫീഞ്ഞയും ഇരു പാർശ്വങ്ങളിലും പക്യോറ്റ നമ്പർ 10 റോളിലും കുഞ്ഞ ഗോളടിക്കുകയും ചെയ്യുക എന്നുള്ള രൂപത്തിലാണെങ്കിൽ പോലും അങ്ങനെ വരാം. അതുപോലെ ഫോർമേഷനിൽ മാറ്റവും വരാം. റാഫീഞ്ഞയും കുഞ്ഞയും മുന്നോട്ട് കയറി നിൽക്കുന്നു. ഇരു പാർശ്വങ്ങളിലായിട്ട് വിനിയും പക്വേറ്റയും. റാഫീഞ്ഞ വലതു പാർശ്വത്തിൽ, റാഫീഞ്ഞയുടെ തൊട്ട് പുറകിൽ പക്വേറ്റ. അപ്പം റാഫീഞ്ഞക്ക് അദ്ദേഹത്തെ അവിടെ റാഫീഞ്ഞക്ക് ഒരു ഫ്രീഡം കിട്ടുന്നു. പക്വേറ്റക്ക് റാഫീഞ്ഞയെ ഹെൽപ്പ് ചെയ്യാനും കഴിയും. അതുപോലെ വിനി ഇടതുപാർശ്വത്തിൽ അറ്റാക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഡിഫെൻസീവായിട്ട് കാര്യങ്ങൾ വരുമ്പോൾ കുഞ്ഞ ഇറങ്ങി ആ ഭാഗം കവർ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ടാക്ടിക്സ് ആണ് കോച്ച് പരീക്ഷിച്ചത് എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോഴിവിടെ എവിടെ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ, അല്ലെങ്കിൽ ഗോൾ അടിക്കാനുള്ള ഒരു മികച്ച സ്ട്രൈക്കർ ഇവിടെ ചോദ്യമുണ്ട്. കുഞ്ഞയുടെ കളി നമുക്കറിയാലോ. അദ്ദേഹം ഗോൾ അടിക്കുന്നൊരു സ്ട്രൈക്കർ എന്നതിലുപരി പുറകോട്ടൊക്കെ ഇറങ്ങി ഒരു നമ്പർ 10 റോളിലോ അല്ലെങ്കിൽ മധ്യനിരയിൽ നിന്ന് ബോൾ എടുത്ത് പോകുന്ന രൂപത്തിലോ ഒക്കെ കളിക്കുന്ന ഒരാളാണ്. ഒരു ടാർഗറ്റ് മാൻ എന്ന രൂപത്തിൽ കുഞ്ഞയെ ഉപയോഗപ്പെടുത്തുന്നതിൽ എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇതാണ് ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകർ PVC അടക്കം പറയുന്ന ഒരു സംശയം. ഏതായാലും എന്ത് സംഭവിക്കുന്നുള്ളത് കണ്ടറിയണം. സെക്കൻഡ് ഹാഫിൽ ഒരുപക്ഷെ എൻട്രിക്കിനെയോ ഇഗോർ തിയാഗോയെയോ ഒക്കെ കോച്ച് കൊണ്ടുവന്നേക്കാം. അപ്പോൾ അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ബ്രസീലിൻ്റെ ഒരു 11. മറുഭാഗത്ത് നമ്മൾ മൊറോക്കോയുടെ ഒരു 11 നോക്കണം. ശക്തമായിട്ടുള്ള 11 തന്നെയാണ്. ഗോൾ വല കാക്കാൻ യാസീൻ ബോനോ ഉണ്ടാകും. ബോനോയുടെ മികവ് സുഹൃത്തുക്കൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ ബോനോ ആരാണ് എന്താണ് എന്ന് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. സോ യാസീൻ ബോനോ അവരുടെ ഗോൾ കീപ്പറായിട്ടുണ്ടാകും. അതുകൂടാതെ അവരുടെ ഡിഫൻസും മികച്ചതാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഡിഫൻസിൽ അവർക്ക് സെൻറ്റർ ബാക്കുമാരായിട്ട് പെയറായിട്ട് തീർച്ചയായിട്ടും വരുന്നത് ചാദി റിയാദും അതുപോലെ തന്നെ ഇസാ ദിയോപ്പുമായിരിക്കും. മികച്ച സെൻറ്റർ ബാക്ക് പെയറിംഗ് ഉണ്ട്. അതുപോലെ ഇരു പാർശ്വങ്ങളിലായിട്ട് അറ്റാക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരുപക്ഷെ ലോകത്തെ ടോപ്പ് 10 ഫുൾ ബാക്കുമാരുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന മസ്റോയിയും അതുപോലെ തന്നെ അഷ്റഫ് ഹക്കീമിയും ഉണ്ട്. അപ്പോൾ ഇരു പാർശ്വങ്ങളിലൂടെ ആയിട്ടുള്ള അറ്റാക്ക് ഒരുപക്ഷെ ബ്രസീലിയൻ വിങ് ബാക്കുമാരെക്കാൾ കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ സാധ്യത മൊറോക്കോയുടെ വിങ് ബാക്കുമാർക്കുണ്ട്. അതുകൂടി കണക്കുകൂട്ടിയിട്ടായിരിക്കണം ആഞ്ചലോട്ടി ഒരുപക്ഷെ ഡിഫെൻസീവായിട്ടുള്ള വിങ് ബാക്കുമാരെ വെച്ച് ഇറങ്ങാൻ പോകുന്നത്. അവരുടെ മധ്യനിര എന്ന് പറഞ്ഞാൽ വളരെ മികച്ച ഒരു കൂട്ടുകെട്ട് തന്നെയാണ്. മധ്യനിരയിൽ ബുവാദിയും എൽ ഐനോയും ഉണ്ട്. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും മികച്ച 10 ഡബിൾ പിവോട്ട് നമ്മളെടുത്ത് അതിൽ ഉൾപ്പെടുത്താവുന്ന തരത്തിലുള്ള ഡബിൾ പിവോട്ട് അവർക്ക് അവിടെ ഉണ്ട്. അതുകൊണ്ട് അവർ മധ്യനിരയിൽ കളി പിടിക്കാൻ വേണ്ടി ഒരു പോരാട്ടം നടത്തും. പിന്നെ മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും എൽ ഖന്നൂസ് ഉണ്ട്. ബൂണ്ടസ് ലീഗയിൽ മികച്ച പ്രകടനം നടത്തുന്നയാളാണ്. അതുപോലെ ഔനാഹി ഉണ്ട്. അതോടൊപ്പം തന്നെ ബ്രൈൻ ഡയസ് ഉണ്ട്. ഡയസ് നമുക്കറിയാലോ, റയൽ മാഡ്രിഡിൽ കളിക്കുന്ന ബ്രൈൻ ഡയസ് അടക്കമുള്ള മുന്നേറ്റ നിര അവർക്കുണ്ട്. ഔനാഹിയുടെ കാര്യത്തിൽ ലാ ലീഗയിലെ മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിൽ ഒരാളാണ് അദ്ദേഹം എന്ന കാര്യം കൂടി നോക്കുക. ഗോളടിക്കാൻ എസബ്ദ ഇല്ല, പകരം സൈബരിയാണുള്ളത്. സൈബരിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇപ്പോൾ ബയൺ മ്യൂണിക്ക് താരത്തെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് ഫബ്രീസിയോ റൊമാനോ ഇന്നലെയും കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
കഴിഞ്ഞ സന്നാഹ മത്സരത്തിലൊക്കെ മികച്ച പ്രകടനം നടത്തുകയും ഗോൾ അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സൈബരി, അദ്ദേഹത്തെ തടയാൻ പ്രത്യേക ശ്രദ്ധ കാർലോ അഞ്ചലോട്ടിയും സംഘവും വെക്കേണ്ടി വരും. സോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു മികച്ച ലൈനപ്പാണ് മറുഭാഗത്തുള്ള. അപ്പോൾ രണ്ട് ടോപ്പ് ക്ലാസ് ലൈനപ്പുകൾ തമ്മിലുള്ള പോരാട്ടമാണ്. അപ്പോൾ ഇതിൽ മാച്ചപ്പ് എന്ന് പറയാവുന്നത് തീർച്ചയായിട്ടും വിനി ജൂനിയർ ഇടതു പാർശ്വത്തിലൂടെ ഉണ്ടാക്കുന്ന മുന്നേറ്റം ബ്രസീലിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം അതിലൂടെ ഓടിക്കയറി കട്ട് ചെയ്തൊക്കെ കൊടുക്കുന്ന ബോളും ക്രോസുകൾ ഒക്കെ ഗോളാക്കാൻ ഒരാൾ വേണം. അത് കുഞ്ഞ അല്ലെങ്കിൽ പക്കേറ്റൊക്കെ ചെയ്യുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതേസമയം വിനി നേർക്കുനേർ അഷ്റഫ് ഹക്കീമുമായിട്ട് ഏറ്റുമുട്ടാനുള്ള സാധ്യതയുണ്ട്. അഷ്റഫ് ഹക്കീമി വലതു പാർശ്വത്തിലാണ് ഉണ്ടാവുക, അവരുടെ വലതു പാർശ്വം ബ്രസീലിൻ്റെ ഇടതു പാർശ്വം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മാച്ചപ്പ് അവിടെ കാണാം. അതാണ് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ വളരെ കൃത്യമായിട്ട് അഷ്റഫ് ഹക്കീമി പറയുകയുണ്ടായി, വിനി ജൂനിയറെ ഞാൻ പലവട്ടം നേരിട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ ധാരണയുണ്ട്, വിനി ഒരു മികച്ച താരമാണ്, പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് അഷ്റഫ് ഹക്കീമി പറയുന്നത് നമ്മൾ കേട്ടു. ഈ കളി തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട മാച്ചപ്പായിരിക്കും, നേർക്ക് നേരുള്ള പോരാട്ടമായിരിക്കും, ഹെഡ് ടു ഹെഡ് പോരാട്ടമായിരിക്കും വിനി ജൂനിയറും അഷ്റഫ് ഹക്കീമിയും. അതുപോലെ തന്നെ സൈബരി, അവരുടെ ഗോളടിക്കാൻ കെൽപ്പുള്ള താരം സൈബരിയുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ മാർക്കിഞ്ഞോസും ഗബ്രിയൽ മെഗല്ലസും നിതാന്ത ജാഗ്രതയോടുകൂടി ഇല്ലെങ്കിൽ ബ്രസീലിന് പളി കിട്ടാനുള്ള സാധ്യത. ഒപ്പം തന്നെ ബ്രൈൻ ഡയസിനെ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടുള്ള ഔനാഹിയെ എങ്ങനെ കൈകാര്യം ചെയ്യും. സോ ബ്രസീലിൻ്റെ ഡിഫൻസിൽ രണ്ട് പാർശ്വങ്ങളിലായിട്ട് ഡിഫെൻസീവായിട്ടുള്ള ഫുൾ ബാക്കുമാരെ കോച്ച് ഇറക്കുന്നതിൻ്റെ ഒരു കാരണവും ഇതുതന്നെയായിരിക്കും, നല്ല രൂപത്തിലുള്ള മുന്നേറ്റ നിര മറുഭാഗത്തുണ്ട് എന്നുള്ളത്. സമയം മധ്യനിരയിൽ കളി പിടിക്കാൻ നല്ല രൂപത്തിലൊരു ശ്രമം നടക്കും. കാരണം കാസമിറോയും ബ്രൂണോ ഗുയിബാറസും അവിടെ ഉണ്ട് ബ്രസീലിൻ്റെ ഭാഗത്ത്. വലിയ പ്രതീക്ഷയാണ് കാസമിറയിലൊക്കെ എന്തായാലും കോച്ചിനുള്ളത്. അവർ രണ്ടുപേരും എതിരാളികളുടെ മുന്നേറ്റങ്ങളെ മുളയിലെ നുള്ളാനുള്ള ശ്രമം നടത്തും. അതുപോലെ തന്നെ നല്ല രൂപത്തിൽ ബോൾ ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ കാസമിറോ ശ്രമിക്കുകയും ചെയ്യും. അതേസമയം മറുഭാഗത്ത് ഉള്ള മധ്യനിര താരങ്ങളും ഗ്രൗണ്ട് കൈയാളാൻ വേണ്ടി ശ്രമിക്കും. ബുവാദിയും എൽ ഐനാവുയും മികച്ചവരാണ്. സോ ഒരു മിഡ്ഫീൽഡിൽ ഒരു ബാറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കണം. ഇനി ബ്രസീലിൻ്റെ മുന്നേറ്റങ്ങൾ വരുമ്പോൾ, ബ്രസീലിൻ്റെ മുന്നേറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പ്രധാനമായിട്ടും വിനി ജൂനിയർ ഇടതു പാർശ്വത്തിൽ, വലതു പാർശ്വത്തിൽ റാഫീഞ്ഞ, സെൻറ്ററിൽ മാത്യൂസ് കുഞ്ഞ, അവരെ വെച്ച് കളിക്കാൻ ശ്രമിക്കുമ്പോൾ റയാദും ദിയോപ്പും ആണ് പ്രധാനമായിട്ടും സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ മൊറോക്കോക്കുള്ളത്. ഇരു പാർശ്വങ്ങളിൽ മസ്റോയും ഹക്കീമിയും ഒരുപക്ഷെ ഓവർലാപ്പ് ചെയ്തു പോവുകയാണെങ്കിൽ വിങ്ങിലൂടെ ഇടിച്ച് കയറി വിനി അതുപോലെ തന്നെ റഫീജ കാര്യം സാധിച്ചെടുക്കണം. ആ ഒരു ട്രാൻസിഷൻ, അതാണ് ഇന്നലെ കോച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. ഡിഫൻസ് ശക്തമായിട്ട് നിൽക്കണം, മുന്നേറ്റത്തിൽ നമ്മൾ അഗ്രസീവ് ആവുന്നതോടൊപ്പം ട്രാൻസിഷൻ ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റണം. അത് ഈ കളിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിലൂടെ ഇവരുടെ രണ്ട് വിങ് ബാക്കുമാർ കയറി പോകുമ്പോൾ അതിലൂടെ തുറന്നു കിട്ടുന്ന അവസരങ്ങൾ കൃത്യമായിട്ട് മുതലെടുക്കാൻ ബ്രസീൽ ശ്രമിക്കേണ്ടതുണ്ട്. അതിനുള്ള മുന്നേറ്റ നിരയുടെ കപ്പാസിറ്റി എത്ര എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. ഏതായാലും നമ്മളിങ്ങനെ പറയുമ്പോഴും പുറകോട്ട് ഇറങ്ങി കാര്യങ്ങൾ ചെയ്യാൻ മാത്യൂസ് കുഞ്ഞയും മറ്റുമൊക്കെ ശ്രമിക്കും. കുറച്ചുകൂടി ഉള്ളിലേക്ക് വലിഞ്ഞുകൊണ്ട് കളിക്കുകയാണെങ്കിൽ മധ്യനിരയിൽ കളി പിടിക്കാനുള്ള ശ്രമത്തിൽ ബ്രസീലിന് വിജയിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണണം. കളി പുരോഗമിക്കും തോറും ആഞ്ചലോട്ടിയെ പോലുള്ളൊരു തന്ത്രജ്ഞൻ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തും കളി പുരോഗമിക്കുമ്പോൾ എന്നുള്ളതാണ് ചോദ്യം. മറുഭാഗത്ത് ഒഹാബിയാണ്, മുഹമ്മദ് ഒഹാബി. അദ്ദേഹം പറഞ്ഞു, ആഞ്ചലോട്ടിയെ ഞാൻ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയാമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്ത്രങ്ങൾക്കൊരു മറുതന്ത്രം അവിടെയും നമ്മൾ പ്രതീക്ഷിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ പോരാട്ടമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഗെയിം ഓൺ എന്ന് പറയണം. ഇന്നത്തെ കളി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന പോരാട്ടമായിരിക്കും. അപ്പോൾ ലോക റാങ്കിങ്ങിൽ 6ാമതുള്ള ടീമും 7ാമതുള്ള ടീമും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇന്ന് നമ്മളെ കാത്തിരിക്കുന്ന ഒരു സൂപ്പർ പോരാട്ടമാണ്. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.